ഉണ്ടല്ലോ ഇവിടെ അടുത്തൊരു നാഷണൽ ടാലൻറ്റ് കമ്പനിയിൽ നദുവിന് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഉള്ളിൽ കയറിക്കോന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പം എനിക്ക് അവിടുത്തെ ഐറ്റംസ് അവിടെ ഉണ്ടാക്കി വെച്ച കുറേ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ വുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല ഭംഗിയുണ്ട് അവർ ചെയ്ത് വെച്ചതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ വർക്കിന് വിളിക്കുന്നത് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നേ. ഒരു 230ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ലേഡീസ് സ്റ്റാഫാണ് മുകളിലൊക്കെ ഉള്ളത്. അവരുണ്ടാക്കിയത് ഇതേപോലത്തെ ഐറ്റംസ് മുകളിലുണ്ട് കേട്ടോ. മുകളിലൊന്നും കയറി നോക്കിയിട്ടൊന്നുമില്ല. നന്ദുവിന് താഴെ വർക്കായതുകൊണ്ട് തന്നെ ഞാൻ താഴെ നിൽക്കുകയാണ് കേട്ടോ. മുകൾക്കൊന്നും പോയി നോക്കിയിട്ടില്ല. ഇങ്ങനത്തെ കുറേ വുഡ് ഉണ്ടാക്കിയ കുറേ ഐറ്റംസ് അവിടെ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് ഈ ഒരു കമ്പനി തുടങ്ങുന്നത് 2007 ഇവർ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സൗദിയിലും അതുപോലെ UAE അവർക്ക് ഓഫീസ് ഉണ്ട്. അവർക്ക് ഓരോ പ്രൊജക്റ്റ് വരുമ്പം അവർക്ക് കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനത്തെ ഈ ഹാൻഡിക്രാഫ്റ്റ് വർക്ക് അവിടെ വെക്കുന്നത് തന്നെ. അവർ കുറേ മ്യൂസിയങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയില്ലേ ഈ ഒരു ഗ്ലാസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അവരുണ്ടാക്കി വെച്ചതാണോന്നും അറിയില്ല കേട്ടോ. ഇങ്ങനത്തെ കുറേ പൊട്ടുന്ന ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു സ്പൈഡർമാൻ്റെ ഒക്കെ ഒരു മിനിയേച്ചർ വേർഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒക്കെ വുഡാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അവരെൻ്റെ കൈ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ച് വല്ല അവരുണ്ടാക്കിയ എന്തെങ്കിലും ഒരു ഐറ്റംസ് ആയിരിക്കും എന്നായിരുന്നു. പക്ഷെ അതല്ല കേട്ടോ, അതൊരു മിഠായി ആയിരുന്നു കേട്ടോ. പിന്നെ അവരൊരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടോ. അതൊക്കെ അവർ കാണിച്ചു തന്നു കേട്ടോ. ഇതായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മൂവി എന്ന് പറയണത്. പിന്നെ അവർ വാളിൽ കുറേ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫിൻ്റെ ഫോട്ടോസോ അവർക്ക് കിട്ടിയ മൊമെൻറ്റോ അതുപോലെ അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഫോട്ടോസൊക്കെ അവിടെ വാളിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ അവർ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ അവർ ഗിഫ്റ്റ് തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനത്തെ ഒരു രസമല്ല. പിന്നെ ഞാൻ റൂമിലെത്തിയപ്പം അതിലെന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാമെന്ന് എഴുതി വെച്ചതാട്ടോ. തന്ന ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ ഞാൻ അപ്പം തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര തന്നെ. അപ്പം എടുക്കണ സമയം തന്നെ ഇരുടായിട്ട് തന്നെ ഇച്ചിരി കുറവുണ്ട്. ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഓർണമെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലും ഇട്ടേക്കുകയാണെങ്കിൽ ഇട്ടേക്കട്ടെ. അതിൻ്റെ ഉള്ളിലൊരു കീ ചെയിൻ ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു കീ ചെയിനായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ തന്നത് ഒരു ഡയറി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഡയറിയിൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയാണ് എഴുതിയത് കേട്ടോ. നമുക്ക് ഡെയിലി മാർക്കൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടൊരു ഡയറി ആയിരുന്നു കേട്ടോ. പിന്നെ അവർ തന്നത് കുറച്ച് ഡേറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റും അതുപോലെ ഒരു ഐറ്റം ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. സിമ്പിളാണ് സാധനം. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കാണാൻ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ ഉണ്ടല്ലോ അത് അവിടെ ഉണ്ടാക്കിയതാണ്. എനിക്ക് തോന്നുന്നുണ്ടാക്കി തന്ന ആൾ ഉണ്ടാക്കിയതായിരിക്കാം. ഭയങ്കര ഒരു സൗണ്ടൊക്കെ നല്ല സുഖമുള്ളൊരു സൗണ്ടൊക്കെ അതിങ്ങനെ തിരിക്കുമ്പോൾ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവർ കുറച്ച് ചോക്ലേറ്റൊക്കെ തിന്നിട്ട് അതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, ബൈ.